കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു കുട്ടിയുണ്ട്. അതായത് തൻ്റെ കൊറിയൻ ആൺ സുഹൃത്ത് മരണപ്പെട്ടു എന്ന രീതിയിൽ ആ ഒരു വിഷയത്തിൽ മനംനൊന്തുകൊണ്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി പാറമടയിൽ സ്വന്തം ജീവൻ അവസാനിപ്പിക്കുന്നു. തനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. തന്നെ ഒരുപാട് സ്നേഹിച്ച അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരുപാട് സ്നേഹമുണ്ടെങ്കിൽ പോലും തൻ്റെ കൊറിയൻ കാമുകൻ മരണപ്പെട്ട അല്ലെങ്കിൽ കൊറിയൻ ആൺ സുഹൃത്ത് മരണപ്പെട്ടത് തന്നെ വേദനയാക്കുന്നുണ്ട്. ആ വേദനയിൽ തനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. താൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വിദ്യാർത്ഥിനി ജീവനെടുക്കുകയാണ്. പാറമടയിലേക്ക് എടുത്തു ചാടിയായിരുന്നു അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തത്. എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ ഇത് ആരും അധികം ശ്രദ്ധിക്കാത്തൊരു വിഷയമായി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഒളിഞ്ഞു കിടക്കുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ മരണത്തിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. 16-കാരിയായ ആദിത്യയെ കൊറിയൻ ഭാഷയിൽ സംസാരിച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന ഐഡിയുള്ള ഒരാൾ എന്നത് ചോദ്യം. അതായത് യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണോ ആദിത്യ മരണപ്പെട്ടത്, അങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്ത് തന്നെ ഉണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. ആദിത്യയോട് സംസാരിച്ചത് ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അതൊരു പക്ഷേ മലയാളി തന്നെ ആയിരിക്കാം എന്നുള്ള നിരീക്ഷണത്തിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ആദിത്യ ജീവൻ നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അതിനേക്കാൾ ഉപരി അതിനപ്പുറത്തേക്ക് ആദിത്യയെ പോലെ മറ്റു ചിലരും ഈ കെണിയിൽ വീഴാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാമല കക്കാട് കിണറ്റിൽക്കൽ പറമ്പിൽ മഹേഷിന്റെ ഏക മകളായിട്ടുള്ള 16 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അതിദാരുണമായിട്ടുള്ള ഒരു മരണത്തിലേക്ക് പോകുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊറിയൻ ബാൻഡ് അംഗം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മനോവിഷമമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആത്മഹത്യ. എന്നാൽ അങ്ങനെ ഒരു സുഹൃത്ത് ഇപ്പോൾ നിലവിലില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്തേ ഉണ്ടായിരുന്നില്ല എന്നുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അത്തരം തെളിവുകൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നാണ് പെൺകുട്ടിയുടെ അധ്യാപകനടക്കം തുറന്നു പറയുന്നത്. എവിടെ നിന്നാണ് ഇത്തരം അഭ്യൂഹങ്ങൾ വന്നത്, കേസിൽ കൊറിയൻ ബന്ധത്തിലെ സത്യം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ ഇതോടെ തുടരുകയാണ്. യഥാർത്ഥത്തിൽ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു കേസായിട്ട് ഇത് മാറുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട കൊറിയൻ യുവാവിന്റെ മരണത്തിൽ മനംനൊന്ത് ജീവനെടുക്കുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് നിലവിൽ പുറത്തു വന്നിരുന്നു. ആ കുറിപ്പ് ആ പെൺകുട്ടി തന്നെയാണ് എഴുതിയത് എന്നുള്ള സംശയങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. അതേസമയത്ത് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട, അതായത് പെൺകുട്ടി പറയുന്ന അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ ഉയരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിലെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആണ്. വളരെ ചുരുങ്ങിയ നമ്പറുകൾ മാത്രമുള്ള ഒരു അക്കൗണ്ട്, ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട്, ഏകദേശം 19ഓളം പേര് മാത്രം അടങ്ങുന്ന ഒരു അക്കൗണ്ടാണത്. അതിൽ സംസാരമുണ്ടായിരുന്നത് ഈ പെൺകുട്ടിയുമായിട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ പോപ്പുലർ ആണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രയും വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾക്ക് ഇത്തരത്തിൽ ചെറിയൊരു അക്കൗണ്ട് അല്ലെങ്കിൽ ആരും അറിയാത്തൊരു അക്കൗണ്ട് ഉണ്ടാകുമോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. അതേസമയം പോലീസിനെ സംബന്ധിച്ച ഈ വിഷയത്തിൽ ഫോണിൽ നിന്നൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുന്നത് വളരെ ദുരൂഹമായിട്ട് നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ജനുവരി 27-നാണ് രാവിലെ സ്കൂളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു പോയ പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയതോടെ തിരിച്ചു വരാതിരുന്നത്. അങ്ങനെ പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് മനസ്സിലാകുന്നു. അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടത്തുന്നു. ഏകദേശം 9 മണിയോടെ വീടിനടുത്തുള്ള പാറമടയിൽ വെച്ച് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പാറമടയ്ക്ക് സമീപം പെൺകുട്ടിയുടെ സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ നിന്ന് കണ്ടെത്തിയ കത്താണ് ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണം കൊറിയൻ യുവാവാണ്, അല്ലെങ്കിൽ കൊറിയൻ സ്നേഹിതനാണ് എന്ന് കണ്ടെത്തുന്നത്. ഏകദേശം വെറും 16 വയസ്സ് മാത്രം പ്രായം എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ചിന്താഗതി, അല്ലെങ്കിൽ ആ കുട്ടി എത്രമാത്രം ചെറുതാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ട്രെൻഡായിട്ട് മാറുന്നത് കൊറിയക്കാരോടുള്ള ഒരു സ്നേഹം തന്നെയാണ്. പലപ്പോഴും ഡൈഹാർഡ് ഫാൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊറിയക്കാരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് കൊറിയൻ ഡ്രാമാസൊക്കെ കണ്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഒരുപക്ഷെ ഒരു കൊറിയൻ സീരീസ് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ നാണക്കേടായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതൊന്നും ഒരു തെറ്റല്ല. ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് ഒരു വ്യക്തിയെ ഒന്നും ആരാധനയോടെ കാണുന്നതോ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല. പക്ഷേ അതിര് കടന്നാൽ അമിതവും വിഷമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു നേർചിത്രമാണ് ഇത്. അതായത് എന്തുകൊണ്ട് കൊറിയ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ വിദഗ്ധരൊക്കെ പറയുന്ന ഉത്തരം നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങളോടുള്ള മടുപ്പ് എന്നുള്ളത് തന്നെയാണ്.
ഈ പറയുന്ന 16 വയസ്സുകാരി അവളുടെ ആത്മഹത്യക്കുറിപ്പിൽ അത് അവൾ തന്നെ എഴുതിയതാണെങ്കിൽ അതിൽ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് തൻ്റെ നാട് ഇഷ്ടമല്ല, തൻ്റെ നാട്ടിലെ സമ്പ്രദായങ്ങൾ, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഇഷ്ടമല്ല എന്നുള്ളത്. അതായത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉതകുന്ന തരത്തിലല്ല നിലവിൽ കേരളത്തിൽ ഉണ്ടാകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ രീതി, ആ ഒരു സിസ്റ്റം എന്നുള്ളതാണ് ആ കുട്ടി പറയാതെ പറയുന്നത് എന്നുള്ളതാണ്. അതേ സമയത്ത് ഒരു കുട്ടി ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആ വീട്ടിലുണ്ടാകുന്ന പരിഗണന, ആ സൗഹൃദ വലയത്തിൽ ഉണ്ടാകുന്ന പരിഗണന, സ്നേഹം, അതൊക്കെ തന്നെയും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിഷയം കൂടെയാണ് ഇത്. അതായത് പലപ്പോഴും ഇന്നത്തെ സ്കൂൾ സമ്പ്രദായങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരുപാട് മാറ്റമുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളുമായിട്ട് സൗഹൃദത്തോടെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് എങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് അവർക്ക് എന്താണോ തോന്നുന്നത്, അല്ലെങ്കിൽ അവരെന്തിനാണോ ഭയപ്പെടുന്നത്, അവരെന്തിനാണോ സ്നേഹിക്കുന്നത് എന്ന് പോലും തുറന്നു പറയാൻ പറ്റാത്തൊരു സൊസൈറ്റിയാണ് ഇപ്പോഴുള്ളത് എന്നതിൻ്റെ ഒരു ചിത്രം. ആ ഒരു രീതിയൊക്കെ മാറി കൂടുതൽ കുട്ടികളെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറ്റേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ പല ജീവനുകളും ഇത്തരത്തിൽ സുരക്ഷിതമായിട്ട് മാറുകയുള്ളൂ എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെ മാറുകയാണ് ഈ ഒരു മരണം. അതേസമയത്ത് ഇപ്പോൾ ഒരു കൊറിയൻ യുവാവിൻ്റെ മരണം വേദനയായിട്ടാണ് ആ പെൺകുട്ടി മരിച്ചത് എന്നുള്ളത് പറഞ്ഞ് ഈ കേസ് വിട്ടുകളയുമ്പോൾ ഒരുപക്ഷെ മറ്റൊരു മരണം അല്ലെങ്കിൽ മറ്റ് പല മരണങ്ങളും കേൾക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടെ കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് ഈ കേസിൻ്റെ രീതികൾ വ്യക്തമാക്കുന്നത്. അതായത് നിലവിൽ കൊറിയക്കാരൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇത്തരത്തിൽ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആളെ കണ്ടു കിട്ടിയിട്ടില്ല എങ്കിൽ അയാൾ ഒരുപക്ഷെ മുന്നോട്ടും ഇതേ രീതി തന്നെ തുടരുന്നു. ഇന്ന് ഇപ്പോൾ 16 വയസ്സുകാരി നാളെ മറ്റേതെങ്കിലും പെൺകുട്ടികളൊക്കെ ഈ വലയത്തിൽ വീഴാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അഥവാ ഈ പറയുന്നത് പോലെ ഇയാൾ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുകയായിരുന്നു എങ്കിൽ എന്തിനാണ് ആ പെൺകുട്ടിയോട് പെട്ടെന്ന് അത്തരത്തിൽ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഫേക്ക് അക്കൗണ്ടുകൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകാനുള്ള ഏതെങ്കിലും പെൺവാണിഭ സംഘവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അല്ല എങ്കിൽ പണം അത് മാത്രം ലക്ഷ്യപ്പെട്ടിട്ടായിരിക്കാം. ഒരുപക്ഷെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ പണമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും അവളെ അകറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അവളെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തന്ത്രം മെനഞ്ഞത്, അയാൾ മരിച്ചു എന്നുള്ള തന്ത്രം മെനഞ്ഞത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനസ്സിന് താങ്ങാനാവുന്നതിനപ്പുറത്തേക്കാകുന്നു. പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ അധ്യാപകർക്കിടയിൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള സൗഹൃദ വലയം അത് ഇനിയും വലുതാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പിയർ ഗ്രൂപ്പ് സംവിധാനങ്ങൾ. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ പിയർ ഗ്രൂപ്പ് അത് ഇപ്പോൾ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. കാരണം അവൾക്ക് ഇങ്ങനൊരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ അവൾ അവളുടെ കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്യാറില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പണ്ടൊക്കെത്തെ കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളോട് തുറന്നു പറയുക എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം വരുന്നത്. പക്ഷേ ഇപ്പോൾ പല കുട്ടികളും അവരുടെ ഉള്ളിൽ എന്താണോ എന്നത് അത് സ്വന്തം സുഹൃത്തുക്കളോട് പോലും തുറന്നു പറയാത്ത രീതിയിലേക്ക് വരുന്നു. ഒരുപക്ഷെ അത്തരം തുറന്ന പറച്ചിലില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. കാരണം സുഹൃത്തുക്കളുടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയുമ്പോൾ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ആശ്വാസം തീർച്ചയായിട്ടും ലഭിക്കും. ആ ആശ്വാസം കിട്ടുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചിന്താഗതി, ആത്മഹത്യ എന്നുള്ളതൊന്നും ചിന്തിക്കുകയില്ല. പക്ഷേ ഇവിടെ ആരോടും ഒന്നും പറയാതെ ആ പെൺകുട്ടി സ്വന്തം ജീവൻ ഒടുക്കുന്നു. ഇനിയിപ്പോൾ ആ പെൺകുട്ടി മരണപ്പെട്ടത് തൻ്റെ കാമുകന് വേണ്ടി അല്ലെങ്കിൽ ആൺസുഹൃത്തിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ല എന്ന് കൂടെ അറിയുമ്പോഴാണ് ഏറ്റവും വലിയ വേദന. ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ഒരുപക്ഷെ നാളെ ഏറ്റവും വലിയ അഭിമാനമായി മാറേണ്ടുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ സ്വന്തം ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ്. ആ വീട്ടിലെ ഏക മകളാണ്, ആ ഫാമിലിയിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരേ ഒരു പെൺതരിയാണ് എന്ന് പറയുമ്പോഴാണ് വളരെയധികം വേദന. എന്തായാലും ഇതിൽ പോലീസ് അന്വേഷണം നിർണായകമാകേണ്ടതുണ്ട്. ആരാണ് ആ ID ഇൻസ്റ്റഗ്രാം ID ഉപയോഗിച്ചിരുന്നത്, അതിന് പിറകിലുള്ള ആ മുഖംമൂടി ഇട്ട കൊറിയക്കാരൻ ആരായിരുന്നു എന്നതാണ് ഇനി കണ്ടെത്തേണ്ടുന്നത്. അധ്യാപകരടക്കം നൽകുന്ന സൂചന എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചത് ഒരു കൊറിയക്കാരനല്ല എന്ന തരത്തിൽ തന്നെയാണ്.